ഒരു ഫെയിലിയർ വന്നാൽ അതിന് നമ്മൾ വി ഷുഡ് നോട്ട് ഫീൽ ബാഡ്, അതിന് ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മൾ സക്സസ് ആക്കണം. വളരെയധികം ലൈഫിനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും ഇത്തരമൊരു പ്രവൃത്തി എന്തായാലും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സക്സസ് ആൻഡ് ഫെയിലിയർ എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത്രത്തോളം മനസ്സിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ അദ്ദേഹത്തിന് മനസ്സിനുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തിയായിരുന്നു ഇത്. അതായത് സക്സസ് ആൻഡ് ഫെയിലിയർ. ഞാൻ പറയുന്നത് സക്സസ് ആൻഡ് ഫെയിലിയർ നമ്മൾ നോട്ട് ബോതേർഡ്. നമ്മൾ ഒരിക്കലും സക്സസിനെയും ഫെയിലിയറിനെയും എടുത്ത് നമ്മുടെ മനസ്സിലോട്ട് വെക്കരുത്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ സക്സസും ഫെയിലിയറും ഒക്കെ ഉണ്ടാകും. ഫെയിലിയർ വരും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യാതിരിക്കരുത്. നമ്മൾ എന്താണ്, ഒരു കോൺഫിഡൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സക്സസ് ആയാലും ഫെയിലിയർ ആയാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ എക്സാം എഴുതാൻ പോകുന്നു. അവർ ഫെയിലിയർ ആകുമോ സക്സസ് ആകുമോ എന്ന് വിചാരിച്ച് നമ്മൾ അവരെ എക്സാം എഴുതിക്കാതിരിക്കുന്നില്ല, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ലൈഫ്. അപ്പോൾ നമുക്ക് മാർക്ക് എത്ര കിട്ടും എന്ന് വിചാരിച്ചല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ മാക്സിമം നമ്മൾ അവരെ പഠിപ്പിക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക, ആ എക്സാം എഴുതിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. സക്സസ് ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുക, ഫെയിലിയർ ആണെങ്കിൽ നമുക്ക് എവിടെയാണോ പാളിച്ച സംഭവിച്ചത്, അല്ലേ? നമുക്ക് ഒരു ഫെയിലിയർ സംഭവിക്കുമ്പോൾ അതിൻ്റെ കാരണം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ കാരണത്തിനെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇതാണ് സക്സസ് ആൻഡ് ഫെയിലിയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ സൂയിസൈഡ് എന്നുള്ളത് ഒരിക്കലും ഒരു പരിഹാരമല്ല. സൂയിസൈഡ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ അവിടെ നിന്ന് പഠിച്ച്, ഒരു എക്സ്പീരിയൻസ് ആണ്